എപ്പോഴും നെഞ്ചിരത്തിലും ഗ്യാസ് ട്രബിൾ അസിഡിറ്റി ഉള്ള ആളുകളുണ്ടോ? അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊരു ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് കുടിച്ചോ. അത് ഉണ്ടാക്കുന്നതിൻ്റെ എളുപ്പത്തിൽ ഞാനിപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാനുള്ള എൻ്റെ ഒരു രീതി അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പൊടി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരു സ്പൂണോളം ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല ചൂടുവെള്ളത്തിലേക്ക് നല്ല തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അതങ്ങനെ എടുത്ത് കഴിക്കുവാണെങ്കിലും ഗ്യാസ് ട്രബിൾ അസിഡിറ്റി ഉള്ളവർക്ക് പെട്ടെന്ന് മാറും. അത് മാത്രമല്ലാണ്ട് ഛർദിയൊക്കെ വരില്ല, നമ്മൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പല രീതിയിൽ ഛർദിയൊക്കെ വരുമ്പം ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഉപകാരപ്പെട്ടു കേട്ടോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ ടിപ്സ് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തേക്കുന്നത് എന്നാണെന്നറിയാമോ? പെരിഞ്ജീരകമാണ് കേട്ടോ. ഇത് ഗ്യാസ് ട്രബിളും അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പെരിഞ്ജീരകം വളരെ നല്ലതാണ്. ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖമുള്ളവർക്കും ഈ ഒരു പെരിഞ്ജീരകം നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഇഞ്ചി ഒരുപാട് വലിയ കഷ്ണമൊന്നും വേണ്ട, നമുക്കിപ്പോൾ ഒരു ഗ്ലാസ്സിനാണ് എടുക്കുന്നതെങ്കിൽ ഒരു തീരെ കുഞ്ഞ് കഷ്ണം എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് തൊലി കളഞ്ഞൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ കാണുന്ന പെരിഞ്ജീരകം നമുക്ക് ഇത്ര എടുത്താൽ മതി, ഒരുപാടൊന്നും മാറി ഉണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളത്തിനാണെങ്കിൽ അത് ഇത്ര ഇട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. അപ്പോൾ ഈ പെരിഞ്ജീരകത്തിൻ്റെ മണം ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഈ ഇഞ്ചി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാസും മണമൊക്കെ ആയിരിക്കും. ആ ഒരു ഫ്ലേവർ നല്ലൊരു മണം തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെതായ ഒരു മക്ക് ചൊവയുണ്ടല്ലോ അതുണ്ടാവത്തില്ല കേട്ടോ. ഇത് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഇതിങ്ങനെ കൊടുക്കുവാണെങ്കിൽ ദഹന പ്രശ്നം ഉണ്ടാകുന്ന കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല വിശപ്പ് ഉണ്ടാവുകയും ചെയ്യും. കുട്ടികൾക്ക് ഗ്യാസ് ട്രബിൾ മാറാനൊക്കെ നല്ലതാണ്, വിശപ്പ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചതച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കാം. ഇതിനകത്തുള്ള എൻ്റെ ആ ഒരു സത്ത് ശരിക്കും ഇറങ്ങുന്ന രീതിയിൽ ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ. നിങ്ങൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയിടുന്നതെങ്കിൽ എപ്പോഴും ഇങ്ങനെ എമ്പക്കൊക്കെ പോയി ഗ്യാസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആയിട്ട് ഒരേ ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ ഗ്യാസ് ട്രബിൾ പെട്ടെന്ന് മാറുകയും ചെയ്യും. വയറിൻ്റെതായ ഒരു രീതിയിലുള്ള ഈ കമ്പിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതങ്ങ് മാറും കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഇത് നിങ്ങൾ ഒരു ഗ്ലാസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇത് നിങ്ങൾ ഭക്ഷണത്തിന് ശേഷമോ മുൻപോ അല്ലെങ്കിൽ തന്നെ രാവിലെ തന്നെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നല്ലതാണ്. ഇനിയുണ്ടല്ലോ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വേറൊരു ട്രിക്ക് പറഞ്ഞിട്ടെ. നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ പൊടി ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പം നല്ല മഴക്കാലമൊക്കെ ഇപ്പം നല്ല മഴക്കാലമാണല്ലോ. അപ്പോൾ വേനൽ ടൈമിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ കാണുന്ന ഇഞ്ചി നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കീറി ഉണക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുക്കാക്കി എടുക്കുക. ഇഞ്ചി ഉണക്കിയിട്ട് നമുക്ക് ചുക്കാക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കറക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ കറക്കി പൊടിച്ചെടുക്കുമ്പം ഈ പെരിഞ്ജീരകം ഇങ്ങനെ തന്നെ എടുത്ത് ചെറുതായിട്ട് പെരിഞ്ജീരകം ഒന്ന് വറക്കണം കേട്ടോ. വറുത്തിട്ട് നമ്മളിതിങ്ങനെ പൊടിച്ചെടുക്കുമ്പം ഈ കളറിലുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എത്ര നാളിരുന്നാലും കേട് വരത്തില്ല. നിങ്ങൾക്ക് ഇനി കുറേ നാളൊക്കെ സൂക്ഷിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെയാണ്, നിങ്ങൾക്ക് വയറുവേദന ഗ്യാസ് ട്രബിളൊക്കെ എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അമ്മമാർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് നല്ലതാണ് കേട്ടോ. കേടായി പോവാതിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു കുഞ്ഞ് സ്പൂണിൽ 1.5 സ്പൂണാണ് ഇട്ടേക്കുന്നത്. നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറു ചൂടിനോട് കൂടി കഴിക്കുവാണെങ്കിൽ ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വയറ് കമ്പിക്കുന്നതിൻ്റെതായ ഒരു രീതിയിലുള്ള എൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കുണ്ടല്ലോ ഛർദി ഉണ്ടാവുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഛർദി മാറാൻ എന്തെങ്കിലും എന്താ ചെയ്യണമെന്ന് അറിയാമോ? നല്ല ഛർദിയും അതുപോലെ ദഹന പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിങ്ങനെ ഛർദി വരുമല്ലോ, അപ്പോൾ അത് മാറാനായിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളിതിങ്ങനെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ പെരിഞ്ജീരകം കൂടെ ഇട്ട് ഇങ്ങനെ വെള്ളം തിളപ്പിക്കുക. അതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ളി ഉപ്പിട്ട, ഒരുപാട് ഉപ്പ് വേണ്ട, ഒരു ഇത്തിരി ഉപ്പും ചെറുനാരങ്ങയുടെ നീര്, ഒരുപാട് ചെറുനാരങ്ങ വേണ്ട, ഒരു 1/4 അല്ലെങ്കിൽ ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീര്, തേങ്ങാന്നേ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും കൊണ്ട് കൂടി ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് ആ വെള്ളം ചെറു ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഛർദി മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമല്ലേ, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ നാച്ചുറലാണ്. അപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലൊക്കെ വന്ന വീഡിയോസ് ഒന്ന് പുതിയതായിട്ട് വന്ന് കാണുന്നതെങ്കിൽ ഇതുപോലെ കുഞ്ഞ് ടിപ്സിനൊക്കെ ആയിട്ട് പേജ് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ മരവരിലും കേട്ടത് ഷെയർ കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ലൊരു കാണാം. ബൈ.